عن سهل بن سعد الساعدي رضي الله عنه عن النبي صلى الله عليه وسلم قال: لأن يهدي الله بك رجلا واحدا خير لك من حمر النعم. رواه مسلم. സഹൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നീ കാരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഈ പറയുന്നത് തന്റെ പിതൃവ്യപുത്രനായ അലിയോടാണ് പറയുന്നത്. ഇന്നലെയുള്ള ഹദീസും ഇതേപോലെ തന്നെയാണ് അല്ലേ? അലി ഇബ്നു അബി താലിബിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നത്? എന്താണ്? നിന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ നിയോഗിക്കണം. നീ എവിടെ ചിത്രങ്ങൾ കണ്ടാലും നീ മായ്ച്ചു കളയണം. അതുപോലെ തന്നെ ഉയർന്നു കിടക്കുന്ന ഖബറുകൾ കണ്ടാൽ നിരപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബിനോട് പറയാണ്, നീ കാരണമായിട്ട് ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയാണെങ്കിൽ, സന്മാർഗം നൽകുകയാണെങ്കിൽ, അത് ഖൈറുൽ ലക മിൻ ഹുംറിൻ നഅം, അത് നിനക്ക് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ, അതിൽ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളതാണ്. ഈ ഒരു ഹദീസിന് ഒരു പശ്ചാത്തലമുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഉഅതിയന്ന الراية غدا رجلا يحبه الله ورسوله. നാളെ ഞാൻ യുദ്ധ പതാക നൽകും. ഈ അവസരം ഖൈബർ യുദ്ധത്തിന്റെ തലേ ദിവസമാണ്. നാളെ യുദ്ധത്തിന്റെ പതാക ഞാൻ ഒരാൾക്ക് നൽകും. ആ ആളെ അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്ന് സഹാബിമാര് അന്ന് കഴിച്ചു കൂട്ടുകയാണ്. എല്ലാവരും യദൂഖൂന ലൈലതഹും, അവർ രാത്രി ഇങ്ങനെ ആർക്കായിരിക്കും ആ കൊടി നൽകപ്പെടുക, തനിക്കായിരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാൻ കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് രാവിലെ, ഖൈബർ യുദ്ധത്തിന്റെ രാവിലെ ദിവസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, എവിടെ അലി? അയിന അലി ഇബ്നു അബി താലിബ് എന്ന് ചോദിക്കും. അപ്പോ സഹാബിമാര് പറയും, എന്താണ്? അദ്ദേഹത്തിന്റെ കണ്ണിന് സുഖമില്ല എന്ന് പറയും. അങ്ങനെ ആളയക്കുകയും അലി ഇബ്നു അബി താലിബിനെ കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമനീര് അലി ഇബ്നു അബി താലിബിന്റെ കണ്ണിൽ എന്ത് ചെയ്യും? അല്പം ഉറ്റിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ആ അസുഖം, സൂക്കേട് മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടി കയ്യിൽ കൊടുത്തിട്ട് പറയും, ഉൻഫുസ് അലാ റിസ്ലിക്, നിന്റെ സാവകാശത്തിൽ നീ പോയിക്കൊള്ളുക. ഹത്താ തൻസില ബിസഹതിഹിം, എന്നിട്ട് അവരുടെ കോട്ടയുടെ മുറ്റത്ത് നീ ചെന്ന് ഇറങ്ങുകയും, എന്നിട്ട് അവരോട് ആദ്യം നീ അല്ലാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുകയും ചെയ്യുക. എന്തിനു മുമ്പായിട്ട്? യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നീ അവരെ ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്യുക, പ്രബോധനം ചെയ്യുക. എന്നിട്ട് നീ എന്ത് ചെയ്യാവുള്ളൂ? അവരതിന് അനുസരിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് യുദ്ധത്തിൽ ചേരേണ്ടതെന്ന് പറഞ്ഞു. ഈ ഒരു ഹദീസ്, ഒരുപാട് വിഷയങ്ങൾ ഈ ഹദീസിൽ വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണ്? ഒരുപാട് വിഷയങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന്റെ തെളിവാണ്. ഞാൻ നാളെ പതാക നൽകും. മാത്രമല്ല ആർക്കാണ് നൽകുന്നത്? അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്കാണ്. അപ്പൊ അങ്ങനെ അറിയണമെങ്കിൽ
ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അയാൾ വലിയാണെന്നും അയാൾ ഷഹീദാണെന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളാണെന്നൊക്കെ പറയണമെങ്കിൽ അത് എങ്ങനെ പറയാൻ പറ്റുള്ളൂ? നമുക്ക് വഹിയില്ലാതെ പറയാൻ പറ്റില്ല. വഹിയില്ലാതെ പറയാൻ പറ്റില്ല. ഇന്നോ ഒരാള് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വർഗീയമായിട്ടുള്ള അടിപിടിയിൽ ചിലപ്പോ മുസ്ലിം ലീഗും NDF ആയിരിക്കും. എന്നിട്ട് ഒരാൾ മരിച്ചാൽ ഖലാസ്, പിന്നെ അയാൾ ഷഹീദാണ്. അതല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ട് പലരും മരിക്കുന്നുണ്ട്. സെയ്ദ് ഖുത്ബ് മരിച്ചതുപോലെ അതുപോലുള്ള ആളുകൾ. എന്നിട്ട് അവർക്ക് എന്താ പറയുന്നത്? ഖലാസ്, ഷഹീദ് സെയ്ദ് ഖുത്ബ് എന്നാണ്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താണ്? അത് പറയാൻ ആർക്കേ അധികാരമുള്ളൂ? ഒരാൾ ഷഹീദാണെന്ന് പറയാന് അള്ളാഹുവിന്റെ റസൂലിന് അധികാരമുള്ളൂ. കാരണം എന്താണ്? മറ്റാർക്കും ഗൈബ് അറിയില്ല. ഇദ്ദേഹം ഏത് തരത്തിലാണ് മരിച്ചിട്ടുള്ളതെന്ന് ആർക്കും അറിയില്ല. അപ്പോ അങ്ങനെ പറയാൻ പാടില്ല എന്ന് സഹാബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ മറ്റൊരു കാര്യം എന്താണ്? അപ്പോ അലി ഇബ്നു അബി താലിബിന്റെ ശ്രേഷ്ഠതയാണ്. അലി ഇബ്നു അബി താലിബാണ്. അലി ഇബ്നു അബി താലിബിന് അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല അദ്ദേഹമാണ് ആ യുദ്ധത്തിലെ പടനായകനായിരുന്നു. മാത്രമല്ല ആ യുദ്ധം അദ്ദേഹം നേതൃത്വം കൊടുത്ത് ആ യുദ്ധം ജയിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഖൈബർ യുദ്ധമാണത്. ഹിജ്റ 7-ാം വർഷം നടന്നിട്ടുള്ള അറിയപ്പെട്ട യുദ്ധമാണ്. മാത്രമല്ല ഈ ഹദീസിലുള്ള ഫായിദ, ഏറ്റവും പ്രധാനപ്പെട്ട ഫായിദ എന്താണ്? പലരും എന്ത് ചെയ്യും? അവര് ഒരു കാര്യത്തിന് ശ്രമിക്കും, എന്നിട്ടോ അള്ളാഹു ഖദറാക്കിയാൽക്കാണ് ലഭിക്കുന്നത്. നമ്മൾ പരിശ്രമിച്ചാൽ മാത്രം ലഭിക്കുന്നതല്ല നമ്മുടെ കാര്യങ്ങൾ, മറിച്ച് അതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ മാത്രമാണ്. നമ്മൾ ചെയ്യുന്നത് വെറും എന്തുമാത്രമാണ്? നമ്മളോട് പറഞ്ഞിട്ടുള്ള ചില കാരണങ്ങൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. നമ്മളിപ്പോ എന്ത് ചെയ്യും? ഈ ദുനിയാവിൽ ഏറ്റവും നല്ലൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മുടെ അസുഖം ചികിത്സിച്ചാൽ മാറിക്കൊള്ളണമെന്നില്ല. എന്നാലോ ഒരു രോഗം ഒരിക്കലും ചികിത്സിക്കാത്ത നാടോടികൾ ഉണ്ടല്ലോ, അവർക്ക് വലിയ രോഗങ്ങൾ അവർക്ക് പിടിപെടുന്നുണ്ടാവും. പക്ഷെ അവർക്ക് സ്വാഭാവികമായിട്ട് മാറുന്നുണ്ടാവും. അല്ലെങ്കിൽ രോഗങ്ങളില്ലാതെ അവർ ജീവിച്ചു പോകുന്നുണ്ടാവും. ഇവിടെ നോക്കൂ, അലി ഇബ്നു അബി താലിബ് രാവിലെ വന്നിട്ടില്ല. കാരണം എന്താണ്? അദ്ദേഹം അതിന് പരിശ്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം അസുഖമായിട്ട് വീട്ടിലാണ്. മനസ്സിലായില്ലേ? എന്നാലും മറ്റുള്ള സഹാബിമാരെല്ലാം രാത്രി ആഗ്രഹിച്ചു. അവർ രാത്രി മൊത്തം ഉറങ്ങാതെ കഴിച്ചു കൂട്ടി തനിക്കിത് കിട്ടണമെന്നുള്ള. കാരണം എന്താണ്? ഇത് കിട്ടിയാൽ നേതൃത്വം കിട്ടുന്നതല്ല, മറിച്ച് അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു വലിയ മഹത്വം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോ പരിശ്രമിച്ചവർക്ക് കിട്ടിയില്ല, കൊടുത്ത ആർക്കാണ്? പരിശ്രമിക്കാത്ത ആളെ. അപ്പൊ ഈ തരത്തില് നമ്മുടെ റിസ്ക്, നമ്മുടെ ഭക്ഷണമാണെങ്കിലും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ളതാണ്. എത്ര ആളുകളുണ്ട് ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കുകയാണ്, അല്ലെ? ഒന്ന് സേഫ് ആകണമെന്ന് വിചാരിച്ചിട്ടാണ്, കുറച്ചു കാലം ഒന്ന് പരിശ്രമിച്ചിട്ട് എന്ത് ചെയ്യണം? ഒന്ന് സേഫ് ആക്കണം. ജീവിതകാലം പരിശ്രമിക്കുകയായിരിക്കും സേഫ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോ അല്ലാത്ത ആളുകളോ, അതിന്റെ ദുനിയാവിന്റെ പുറകെ പോകാത്ത ആളുകളുടെ പുറകെ ദുനിയാവും പോകുന്നുണ്ടാവും. അതങ്ങനെയാണ് ദുനിയാവിലെ ഖാഇദ. ദുനിയാവിന്റെ പുറകെ പോകാത്തവരുടെ പുറകിൽ ആര് വരും? ദുനിയാവ് വരും. അതുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ നിന്ന് ദീന് പാലിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഒരാൾ ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പലായനം ചെയ്യാൻ ഹിജ്റ പോവാണെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള യജിദ് ഫിൽ അർദി മുറാഗമൻ കസീറൻ വസഅ. അവൻ അവിടെ നല്ല ലഭിക്കും? ശുഭകരമായിട്ടുള്ള ജീവിതവും വിശാലതയും അവന് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് കാര്യം, അല്ലേ? നമ്മുടെ യുദ്ധത്തിലൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മരിക്കൂല. ഖാലിദ് വലീദ് യുദ്ധത്തിലാണ് മരിച്ചത്? അല്ല,
ഖാലിദ് വലീദ് ബെഡിൽ കിടന്നാണ് മരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 2 കണ്ണുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ പോയിന്റിലും എന്തുണ്ട്? വാളിന്റെ വെട്ടും കുന്തത്തിന്റെ കുത്തും അതുപോലെ തന്നെ അമ്പ് കൊണ്ടതിന്റെയൊക്കെ കലകളുണ്ട്. ശരീരം മൊത്തം കലകളാണ്, 2 കണ്ണൊഴികെ. ആ ഖാലിദ് വലീദ് യുദ്ധപ്രിയനായിട്ടുള്ള അദ്ദേഹം യുദ്ധക്കൊതിയനാണ് അല്ലെ. അദ്ദേഹം അതിൽ എന്താണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്, യുദ്ധമില്ലെങ്കിൽ അദ്ദേഹം വളരെ സമാധാനത്തോടുകൂടി ഉറങ്ങുന്നത് എവിടെയാണ്? ആ യുദ്ധത്തിന്റെ ആ ദിവസം, ആ തലേന്നുണ്ടല്ലോ, യുദ്ധമൊക്കെ പ്രിപ്പയർ ആയിട്ടുള്ള ആ തലേ ദിവസത്തെ ഉറക്ക് സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഉറക്കായിരിക്കും. ഒരാൾ എന്താ പറയാ, കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആ തലേ ദിവസം എങ്ങനെ കിടക്കുന്നത്, അതുപോലെയാണ് ഖാലിദ് വലീദ് എങ്ങനെ കിടക്കുക, യുദ്ധം ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങുന്നത്. കാരണം അപ്പൊ ആ ഖാലിദ് വലീദ് എന്ത് ചെയ്തിട്ടില്ല? യുദ്ധത്തിൽ മരിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് യുദ്ധത്തിലല്ല മരിച്ചിട്ടുള്ളത്. അലി ഇബ്നു അബൂബക്കർ റളിയല്ലാഹു യുദ്ധത്തിലല്ല മരിച്ചത്. എന്നാലോ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മരിക്കുന്ന ആരാണ്? പിന്തിരിഞ്ഞോടുന്ന ആളുകൾ. മരണത്തെ പേടിച്ചോടുന്ന ആളുകൾ എന്ത് ചെയ്യും? ഓരോരുത്തരിൽ തടഞ്ഞും കണ്ണത്തിൽ വീണിട്ടും മരിക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താണ്, അങ്ങനെയാണ് കാര്യം. സൂറത്തു ആല ഇംറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മരണത്തെ പേടിക്കുകയാണെങ്കിൽ മരണം നിങ്ങളുടെ കിടക്കകളിലേക്ക് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതാണ് കാര്യം. ഒന്നിനും നമ്മുടെ കാര്യങ്ങൾക്ക് ഒന്നും തന്നെ അത് പരിശ്രമിച്ചതുകൊണ്ട് മാത്രം ലഭിക്കുമെന്നൊരു ഒരു വ്യാമോഹം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് എല്ലാം അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മള് തേടുന്ന കാര്യങ്ങൾ നമ്മൾ ആരോട് പറയേണ്ടത്? അള്ളാഹുവോട് പറയേണ്ടത്. നമ്മൾ വെറുതെ അത് ചെയ്തിട്ട് കാര്യം കിട്ടൂല. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, ഇവിടുത്തെ ഒരു ജാമൂസുകൾക്കും പോത്തുകൾക്കും പന്നികൾക്കും ഒന്നും ഭക്ഷണം ഉണ്ടാവില്ല. കാരണം അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് എന്തില്ല, കഴിവില്ല. എന്നാലോ എത്ര നല്ല ബിസിനസ് അറിയുന്ന ആളുകൾ, നല്ല കഴിവുള്ള ആളുകൾ എന്താണ് വലിയ കടങ്ങളിലായിട്ട് ലക്ഷങ്ങൾ കോടികൾ കടത്തിലായിട്ട് ജീവിക്കുന്നുണ്ട്, ടെൻഷനായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും തന്നെ നമ്മുടെ പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിലല്ല. പരിശ്രമിക്കണം എന്ന കാര്യം എന്താണ്, പരിശ്രമിക്കണം. പക്ഷെ നമ്മുടെ കാര്യം എന്താണ്, നമ്മളൊരു എന്താ പറയാ, ഈ മാധ്യകളായിട്ടാണ് ജീവിക്കുന്നത്. അഥവാ മാധ്യകൾ എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹുവിലെ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് എന്താണ്, അവർ വിചാരിക്കുന്ന എന്താണ്, നമ്മൾ എത്ര പരിശ്രമിക്കുന്നു അത്ര എന്ത് ചെയ്യും, ഇൻകം ലഭിക്കും. അങ്ങനെയാണ്. നമ്മൾ അങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. മറിച്ച് അള്ളാഹുവിലാണ് എല്ലാം വരമേൽപ്പിക്കുകയും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബിനെ ചികിത്സിക്കുകയാണ്. എങ്ങനെ ചികിത്സിക്കുന്നത്? വളരെ ചെറിയൊരു മരുന്ന് കൊണ്ടാണ് ചികിത്സിക്കുന്നത്. തന്റെ ഉമിനീര് കൊണ്ടാണ്. ചിലർ പറഞ്ഞു ഇത് ഒരു റസൂലുള്ളാഹിന്റെ ആയത്താണ്, മുഅ്ജിസത്താണ്. സത്യത്തിൽ എന്താണ്, ഉമിനീര് കൊണ്ടുള്ള ചികിത്സ കണ്ണ് സംബന്ധമായ രോഗങ്ങൾക്ക്, അതുപോലെ തന്നെ വയറ് സംബന്ധമായ രോഗങ്ങൾക്ക്, മുറിവ് വന്നാൽ ഇതിലൊക്കെയുള്ള നല്ല ചികിത്സയാണ് ഏത് ഉമിനീര് കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരാൾക്ക് കൈ മുറിഞ്ഞാൽ, എന്തെങ്കിലും എവിടെയെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ അല്പം ഉമിനീരാക്കുക. എന്നിട്ടോ മണ്ണില് ഉരച്ചിട്ട് പ്രാർത്ഥിക്കുക, ബിസ്മില്ലാഹി തുർബത്തി അർദിന വരീഖത്തി ബഅദിന യുശ്ഫ സഖീമുന എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ റസൂൽ ഒരുപാട് ചികിത്സകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തില് കണ്ണിന് അസുഖമായിട്ട് അല്പം എന്താ പറയാ മുന്നീരാക്കി, അല്പം നേരം കഴിഞ്ഞ് കണ്ണ് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റാത്ത അല്പം നേരം കഴിഞ്ഞപ്പോ ആ ചൊറിച്ചിലില്ല. കാരണം ഉമിനീര് അത്ര പവറുള്ളത്. നല്ല എന്താ പറയാ, മാത്രമല്ല ഒരാള് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ പല്ല് തേക്കുന്ന മുമ്പായിട്ട് ആ വായിൽ ഉമിനീര് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. ആ ഉമിനീര് മണം മോശമായിരിക്കും, എങ്കിലും അതെന്ത് ചെയ്യണം, അത് കഴിക്കണം എന്നുള്ളതാണ്. അത് ആധുനിക വൈദ്യം പറയുന്നതാണ്. വളരെ നല്ലതാണ് ആരോഗ്യത്തിന്, പ്രതിരോധ ശേഷിക്ക് എല്ലാം തന്നെ. അപ്പോ ഈ തരത്തില്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള എന്താണ് മരുന്നുകളും വൈദ്യവും നമ്മൾ അങ്ങനെ നന്നായിട്ട് അത് എന്ത് ചെയ്യണം, പഠിക്കുകയും ശീലിക്കുകയും വേണം. എന്ത് വന്നാൽ നേരെ എന്താ പറയുക എടുത്ത് വണ്ടിയിലിട്ട് അവിടത്തേക്ക് ഡോക്ടറെ അടുത്ത് പോവുക എന്നുള്ളത് കുറയ്ക്കണം. നമ്മൾ എന്താ പറയാ, പറയപ്പെടുന്നു മദീനയിൽ ഒരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തിനാണ്? രോഗികളെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഒരാൾ പോലും രോഗികളായിട്ടില്ല. കാരണം എന്താണ്? അവരത്രയും സ്വയം പര്യാപ്തരായിരുന്നു. രോഗം വരാതെ അങ്ങേയറ്റം അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ തരത്തിലും അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് രോഗം വന്ന് അവർക്കറിയാം എങ്ങനെ ചികിത്സിക്കേണ്ടതെന്ന്. നമ്മൾ പണ്ടത്തെ വീടുകളിലൊക്കെ ഉമ്മമാരൊക്കെ എങ്ങനെയാ ചികിത്സിച്ചിട്ടുള്ളത്? നേരെ ഒരു തലവേദന വന്നാലും മരുന്ന് കഴിക്കാറുണ്ടായിരുന്നില്ല. മറിച്ച് അവരെന്ത് ചെയ്യും, എന്തെങ്കിലും ചെറിയ ചെറിയ തരത്തില് ഇപ്പോ തൊട്ടാവാടിയുടെ ഇല ഒന്ന് എന്ത് ചെയ്യും, അരച്ചിട്ട് തേക്കും. തലവേദന 10 മിനിറ്റ് കൊണ്ട് മാറിക്കൊള്ളും ബിസിനില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ചുമ വന്നു കഴിഞ്ഞാല് ഒരു ഇല ഉണ്ട്, അത് ചൂടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് അല്ലേ? അപ്പൊ ഈ തരത്തില് നമ്മള് മാറേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശരീഅത്ത് എന്ന് പറഞ്ഞാല് വെറും പള്ളിയിൽ വന്നാലുള്ള കാര്യങ്ങളല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും, എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ബാത്റൂമിൽ പോകണം വരെ പഠിപ്പിച്ചാൽ പിന്നെ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാകും. എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന്, എങ്ങനെ ഭാര്യ ഭർത്താക്കള് ജീവിക്കണമെന്നും, അയൽവാസികൾ എങ്ങനെയായിരിക്കണമെന്നും, ജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യവുമില്ല. എങ്ങനെ വൈദ്യം എന്നുള്ളത് വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇസ്ലാമിലല്ലാതെ വേറൊരു ചികിത്സയില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പോ നമ്മൾ അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് എന്താണ്? നീ യുദ്ധം ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? അവരെ ദഅവത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ് അൽ-അസീം. ഇത് ഏറ്റവും വലിയ വിഷയമാണ്. അപ്പൊ ഇസ്ലാമില് പ്രബോധനം എന്നുള്ള വിഷയത്തിന്, ദഅവത്ത് എന്നുള്ള വിഷയത്തിന് വലിയ വലിയ പ്രാധാന്യമാണുള്ളത്. നമ്മുടെ ഇമാമുകൾ പറയുന്നത് തൗഹീദ് പൂർത്തിയാകണമെങ്കിൽ തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്തിരിക്കണമെന്നാണ്. തൗഹീദ് പൂർത്തിയാകണമെങ്കിൽ തൗഹീദിലേക്ക് നമ്മൾ പ്രബോധനം ചെയ്യണം, ദഅവത്ത് ചെയ്യുന്ന ആളുകളെ. നമ്മുടെ അമ്പിയാക്കളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോയിട്ടുള്ളത്. അവര് എന്താണ്, ലൈല നഹാർ സബാഹ മസാ, രാവും പകലും എന്താണ്, അവര് മുഴുവൻ എന്തിലായിരുന്നു? ദഅവത്തിലായിരുന്നു. നമുക്കറിയാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലുണ്ടായിരുന്നു. ആ ജയിലിലും അദ്ദേഹം എന്താ ചെയ്തിരുന്നത്? ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, എന്താണ്, റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ, ഞാൻ രാവും പകലും എന്റെ ഖൗമിനെ ഞാൻ ദഅവത്ത് ചെയ്തു. അതുപോലെ തന്നെ എന്താണ്, ഞാൻ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഞാൻ ദഅവത്ത് ചെയ്തു. ഇങ്ങനെ ആവർത്തിച്ച് ദഅവത്ത് ചെയ്തതായിട്ടാണ് പറയുന്നത്. അപ്പോ ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ എന്താണ് പ്രധാനപ്പെട്ട ഒരു അടയാളം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. അപ്പൊ ഈ ഒരു വിശേഷണം റസൂലുള്ളാഹിനെ പിൻപറ്റുന്ന ആളായി തീർന്നാൽ ആളാകണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ എന്ത് ചെയ്യണം? ദഅവത്ത് ചെയ്തിരിക്കണം എന്നാണ് കാര്യം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ദഅവത്ത് എന്ന് പറഞ്ഞാല് അതിന് അറിവ് വേണം. അപ്പോ നമ്മൾ അറിവില്ലാത്തതുകൊണ്ട് ദഅവത്ത് ചെയ്യേണ്ടതല്ല, ദഅവത്ത് നിർബന്ധമായി ചെയ്തിരിക്കണം. അപ്പൊ എന്താണ്? അതിനുവേണ്ടി നമ്മൾ അറിവ് പഠിക്കണം. അല്ലാതെ അറിവില്ല എന്നുള്ളതിൽ ദഅവത്ത് ഉപേക്ഷിക്കല്ല വേണ്ടത്. ദഅവത്ത് നിർബന്ധമായി ചെയ്തിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അറിവ് പഠിക്കാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോ ദഅവത്ത് ചെയ്യൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെ മേൽ ബാധ്യത. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരുടെ മേലും അതിനു വേണ്ടിയിട്ട് അറിവ് പഠിക്കലും എന്ത് തന്നെയാണ്? വാജിബാണ്. അതുകൊണ്ടാണ് അലാ ബസീറത്തിൻ, ഇൽമോടുകൂടി. അത് ഇൽമിലേക്കാണ് ഒരു പടി ഉയർന്നിട്ടുള്ള കാര്യമാണ്. എന്താണ് നമ്മൾ പ്രബോധനം ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയും അവരുടെ കാര്യങ്ങളും ഇതെല്ലാം ഉൾപ്പെടുന്ന കാര്യമാണ് ബസീറത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് വേണം. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താണ്. അതെന്താന്ന് വെച്ചാല്, നമ്മള് ഇസ്ലാമിനെയും
അല്ലാത്തവരെയും എടുത്തു വെച്ചു നോക്കാം. ഇസ്ലാമിനെയും അതല്ലാത്ത മറ്റ് മതങ്ങളും മറ്റ് എന്താണ് പ്രത്യയശാസ്ത്രങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുക. പിന്നെ ഒരു ഖാഇദുണ്ട്, എന്താണ് ശുഊബ് വഹദാറാത്ത്, എന്താണ് തദ്ഹറു ഷിമതുഹ ഇബ്ബാന ഖുവതിഹ. സമൂഹങ്ങളുടെ, അതുപോലെ തന്നെ മതങ്ങളുടെ, അതുപോലെ തന്നെ വിഭാഗങ്ങളുടെ അവരുടെ എന്താണ് സംസ്കാരവും അവരുടെ എന്താണ് പിന്നെ ഷീമത്ത്, അവരുടെ അഖ്ലാഖുകൾ, ഇതെല്ലാം എപ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അവരുടെ ശക്തി കാലത്താണ് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ വളരെയധികം നോക്കുക, എന്താണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാം എന്ന് പറഞ്ഞാല് എന്താണ്? ആളുകളെ, പിന്നെ മനുഷ്യരെ അഥവാ അള്ളാഹുവിന്റെ അടിമകളെ ആരാധിക്കുന്നതിൽ നിന്ന് ആളുകളെ സ്വതന്ത്രരാക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ടോ അടിമകളുടെ റബ്ബായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക്, അങ്ങനെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നിട്ടുള്ളത്? ഈ ദീനുൽ ഇസ്ലാം വന്നിട്ടുള്ളത്. മാത്രമല്ല, എല്ലാ മതത്തിന്റെയും അക്രമങ്ങൾ, എല്ലാ ജൂറുകളിൽ നിന്ന്, തെമ്മാടിത്തത്തിൽ നിന്ന്, പൈശാചികതയിൽ നിന്ന് എന്തിലേക്ക്? നന്മയിലേക്കും ബിർറിലേക്കും ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ഇസ്ലാം എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിൽ വിഭാഗീയതല്ല അല്ലെ, കറുത്തവനും വെളുത്തവനും ഒരു എന്തില്ല വ്യത്യാസമില്ല. അതുപോലെ തന്നെ പണക്കാരനും അല്ലാത്തതിനും വ്യത്യാസമില്ല. അവരെല്ലാവരും എന്താ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല ഫദ്ല ലി അറബിയ്യിൻ അലാ അജമി. ഒരു അറബിക്ക് അനറബിയേക്കാൾ പ്രത്യേകതയില്ല. അതുപോലെ തന്നെ കറുത്തവന് വെളുത്തവനേക്കാളില്ല. എല്ലാവരും എന്താ പറയാ, നിങ്ങൾ അതുപോലെ ഒരു ഗോത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നില്ല. നമ്മൾ മറ്റുള്ള മതങ്ങൾ എടുത്തു നോക്കുക, അതിലെല്ലാം തന്നെ ഈ തരത്തിലുള്ള വർഗീയതകളുണ്ട്. കറുത്തവന് വെളുത്തവനേക്കാളും പിന്നെ വെളുത്തവൻ കറുത്തവനേക്കാളും പ്രാധാന്യമുണ്ട്. എല്ലാ മതത്തിലുമുണ്ട്, എല്ലാ രീതിയിലും, എല്ലാ പ്രത്യയശാസ്ത്രത്തിലുമുണ്ട്. അതുപോലെ തന്നെ വിഭാഗീയതകളുണ്ട് അല്ലെ. അപ്പോ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും എന്താ പറയാ, അതിൻ്റെതായ എന്താണ് ഇതേ കൊടുക്കുന്നുള്ളൂ. ഏത് മതം, എന്താണ് ക്രിസ്തീയ മതം എടുത്തു നോക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ ജൂതമതം എടുത്തു, ഹിന്ദു മതം എടുത്തു നോക്കുക, നമ്മളൊക്കെ കാണുന്നതാണല്ലേ. എത്ര ജാതികളാണ് അവർക്കിടയിൽ. വലിയ ഉന്നത ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരെ കൊല്ലുകയാണ്. അതുപോലെ വലിയ എന്താ പറയുക, സ്വാതന്ത്ര്യത്തെ എന്താണ് അവകാശപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ വെളുത്തവൻ പ്രവേശിക്കുന്ന പിന്നെ എന്താ പറയാ ട്രെയിനിന്റെ എന്താണ് ബോഗികളിൽ കറുത്ത ആൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഹോട്ടലിൽ കറുത്ത ആൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല. വെളുത്ത ആളുകളുടെ ഹോട്ടലിൽ കറുത്ത ആൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഇന്നും എഴുതി വെച്ചിട്ടുണ്ട്, വെളുത്തവർക്ക് ഉള്ള സ്ഥലവും കറുത്തവർക്കുള്ള സ്ഥലം. പണ്ട് എന്താ പറയാ, താഴ്ന്ന ജാതിക്കാൻ നമുക്ക് ഒരാള് എന്താണ് പ്ലേറ്റ് വരെ കൊടുക്കില്ല, ഒരു കുഴി കുഴിക്കുക, എന്നിട്ട് അവിടെ ഇല വെച്ചിട്ട് അതിൽ വിളമ്പി കൊടുക്കാൻ ചെയ്യാറുണ്ടായിരുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം യുദ്ധം ചെയ്യുന്നത് പോലെ എങ്ങനെയാണ്? ആദ്യം അറിയിക്കും, എന്താണ് ആദ്യം പ്രബോധനം ചെയ്യുന്ന ഇസ്ലാമിലേക്ക്. കാരണം ഇസ്ലാമാണ് ഹഖ്, അതിലേക്ക് ദഅവത്ത് ചെയ്യും. എന്നിട്ട് അള്ളാഹു റബ്ബുൽ അർബാബ് എന്താണ് വെച്ചിട്ടുള്ള ശിക്ഷയാണ് അവരോടുള്ള യുദ്ധം എന്നുള്ളത്. അത് അവർക്ക് അതിനു വേണ്ടിയിട്ട് എന്താണ്, അവർക്ക് അംഗീകരിക്കാൻ തയ്യാറില്ല. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കരാറിലേർപ്പെടാം. കരാറിലേർപ്പെട്ടുള്ള അവസ്ഥ എന്താണ്? ഇസ്ലാം അവരുടെ നാടുകളിൽ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് സേഫ്റ്റി വേണം. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ റസൂലിനെയും നമ്മുടെ ഷിആറുകളെയും എന്താണ് അപമാനിക്കാത്ത ഒരു അവസ്ഥ വേണം. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിം നാടില് ഒരു കാഫിറിനുള്ള എന്താ പറയാ പവിത്രത എത്രയായിരിക്കും? അവന്റെ ബ്ലഡ് ഒരാൾ പോലും എന്താ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ ചെയ്ത എന്താണ് സ്വർഗത്തിന് മണം പോലും അവൻ ലഭിക്കില്ല. മൻ ഖാതല മുആഹദൻ ലം യറ റായിഹത്തൽ ജന്ന, സ്വർഗത്തിന് മണം പോലും ലഭിക്കില്ല. അതുപോലെ സിന്നിയകൾ, ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിന്റെ കീഴിൽ നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അവർക്ക് നമ്മൾ അടിമകളായി പിടിച്ച ആളുകൾ, അവർ ഭക്ഷണം കൊടുക്കണം. അതുപോലെ തന്നെ അവരെ
അവരുടെ സ്ത്രീകളെ വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് വിടാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ. നമ്മൾ വസ്ത്രം വാങ്ങിച്ചാൽ അവർക്കും വസ്ത്രം വാങ്ങിക്കണം, നമ്മൾ ഭക്ഷണം കഴിക്കണം അവർക്കും ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ എത്ര പവിത്രമായിട്ടുള്ള ദീനാണത്. ഒരിക്കലും ബാക്കിൽ നിന്നുള്ള അറ്റാക്കിംഗ് ഇല്ല. അതുപോലെ പറയാതെ ആകസ്മികമായിട്ട് ഒരു ബസ് ഇങ്ങനെ പോവുകയാണ്, ബസ് ഇങ്ങനെ മറിട്ട് ഒറ്റ പൊട്ടല്, എന്താണ് ബോംബ് വെച്ചാൽ, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നേരെയാണ് പോകുന്നത്. ഒരു സമൂഹത്തോട് യുദ്ധമാണെങ്കിൽ, യുദ്ധം എന്ന് പറഞ്ഞാൽ അവസാനത്തെ കാര്യമാണ്. അതെന്ത് ചെയ്യും? ആദ്യം അറിയിക്കും, ഞങ്ങൾ യുദ്ധം ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. എന്നിട്ട് കളത്തിൽ രണ്ടുപേരും എന്താണ് എല്ലാവിധ തയ്യാറെടുപ്പോടുകൂടി വരികയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും എന്താണ് ഒളിപ്പോരാട്ടങ്ങളോ അതുപോലെ തന്നെ വേറെ തരത്തിലുള്ള അക്രമങ്ങളൊന്നും ഇസ്ലാമിലില്ല. എന്നാൽ അതുപോലെ തന്നെ ഇസ്ലാമിന്റെ കീഴിൽ എന്താണ് ജിസിയ നൽകിക്കൊണ്ട് ജീവിക്കുന്ന അമുസ്ലിങ്ങൾ, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ മായിട്ട് കരാറിൽ ജീവിക്കുന്ന ആളുകൾ, ഇസ്ലാമിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ദിമ്മിയുകൾ, അല്ലെങ്കിൽ അടിമകളായിട്ടുള്ള ആളുകൾ, അവർക്ക് അവരുടെ രാജ്യങ്ങളിൽ അവർക്ക് ലഭിച്ചിരുന്ന വിലയേക്കാൾ, മാന്യതയേക്കാൾ വലിയ വിലയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അടിമകളെ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് മോചിപ്പിച്ചപ്പോൾ അവരെന്താ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കാൻ ഇഷ്ടം. ഈ കാലത്ത് പോലും ഇമാം ഷംഖൈത്ത് റഹിമഹുള്ളാഹ്ക്ക് അടിമ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മോചിപ്പിച്ച സമയത്ത് അദ്ദേഹം കരഞ്ഞു എന്നാണ്. എനിക്ക് താങ്കൾ വിട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ജീവിക്കാനാണ് ഇഷ്ടം. കാരണം ഇത്രയും ഒരു മുസ്ലിം നാടിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഒരു മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇത്രയും സത്യസന്ധമായിട്ട് ഇടപാട് നടത്താൻ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സമൂഹമുണ്ട്. ഇത്രയും നല്ല രൂപത്തിൽ പെരുമാറുകയും ഇത്രയും നല്ല രൂപത്തിൽ. അപ്പൊ ഈ ഒരു അവസ്ഥയും ഇന്ന് മുസ്ലിമീങ്ങൾക്ക് മ്യാൻമറിൽ ബുദ്ധന്മാരുടെ കീഴിലാണ് ജീവിക്കുന്നത്. അവരുടെ ശക്തിയുടെയും പ്രതാപത്തിന്റെയും കീഴിൽ ജീവിക്കുകയാണ്. അവരുടെ അടിമകളല്ല. എന്നിട്ട് അവസ്ഥ എന്താണ്? അവർ കൊന്നു തീർക്കുകയാണ്, കത്തിച്ചു കളയാണ് ചെയ്യുന്നത്. ജീവനോട് കത്തിച്ചു കളയാണ് ചെയ്യുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ചും തൂക്കിയും കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതേ അവസ്ഥയല്ലേ മുസ്ലിമീങ്ങൾക്ക് ചൈനയിലും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ നേപ്പാളിൽ ഉണ്ടായിട്ടുള്ളത്, ഹിന്ദു രാജ്യത്തിന് കീഴിൽ. അതുപോലെ തന്നെ ഇന്ത്യയിലും ഇന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവരുടെ ശക്തി പ്രാപിക്കുമ്പോൾ ഹൈന്ദവ മതക്കാരുടെ ശക്തിയിൽ വരാൻ പോവുക. ഇതുവരെ എന്തായിരുന്നു? ജനാധിപത്യ സംവിധാനമായിരുന്നു. ഇനി അവരുടെ ശക്തി പ്രാപിക്കാൻ പോകണം. അവരുടെ സംസ്കാരം എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കണം എന്താണ് ഇസ്ലാം എന്ന് പറയുന്നതും ഇസ്ലാമിന്റെ സംസ്കാരവും ഇസ്ലാമിന്റെ ഷീമത്തും അവരുടേതും നമ്മൾ തുറന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസരമാണിത്. അപ്പൊ നമ്മൾ എല്ലായിടത്തും നമ്മൾ കാണാൻ കഴിയുന്നതാണത്. ഇസ്ലാം ഇന്ന് അനുഭവിച്ചുകൊണ്ട് സിറിയയിലാണെങ്കിൽ സിറിയയിൽ അനിസ്ലാമിക ഭരണകൂടമാണ്. അതുപോലെ യമനിലെ ഹൗസികൾ അവരൊരിക്കലും മുസ്ലിമീങ്ങളല്ല. അപ്പൊ അവരുടെയൊക്കെ സ്വഭാവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മള് അമുസ്ലിമീങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കല് നമ്മുടെ ബാധ്യതയാണ്. കാരണം എന്താണ്? ഇത് നമുക്ക് വിശദീകരിച്ചു കൊടുക്കാനും അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക.